നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആരവത്തിലാണ് കേരളം. ഇന്ന് അവധി ദിനമായിരുന്നു, ഞായറാഴ്ച. സ്ഥാനാർത്ഥികളെല്ലാവരും പൊരിഞ്ഞ പോരാട്ടത്തിലാണ്. 10 ദിവസം മാത്രമാണ് ആദ്യഘട്ടത്തിലേക്കായി ഇനി അവശേഷിക്കുന്നത്. അവസാനത്തെ ഞായറാഴ്ചകളിലൊന്നിൽ പരമാവധി വോട്ടുറപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് സ്ഥാനാർത്ഥികൾ. ഒരുപാട് കാഴ്ചകളുണ്ട് തദ്ദേശ വോട്ടെടുപ്പ് രംഗത്ത് നിന്ന്. അവിടെ രസകരമായിട്ടുള്ള സംഭവങ്ങൾ, പൊരിഞ്ഞ രാഷ്ട്രീയ സംവാദങ്ങൾ, അങ്ങനെ പലതും. ഈ കാഴ്ചകളൊക്കെ ചേർത്ത് വെക്കുകയാണ് നാട്ടിലോട്ടിൽ. സ്വാഗതം. തെരഞ്ഞെടുപ്പിൽ പോസ്റ്റർ ബാനറും ഇറക്കാത്ത ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുണ്ടോ? സംശയം വേണ്ട, അങ്ങനെ ഒരാൾ കോട്ടയത്തുണ്ട്. കോട്ടയം നഗരസഭയിലേക്ക് BJP സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന കെ ശങ്കരനാണ് ഒരൊറ്റ പോസ്റ്റർ പോലും ഇറക്കാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെത്തുന്നത്. പോസ്റ്റർ അടിക്കാനുള്ള ചെലവ് കൊണ്ട് ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ സഹായം നൽകാനാണ് ശങ്കരന്റെ തീരുമാനം. നിലവിൽ കോട്ടയം നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ശങ്കരൻ ജനങ്ങളുമായുള്ള പരിചയം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുകൂടിയാണ് പോസ്റ്ററുകൾ ഒഴിവാക്കിയത്. ജി ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ബസ് സ്റ്റാൻഡൊക്കെ അവിടെ ഉണ്ടോന്നോ? ബസ് സ്റ്റാൻഡൊക്കെ ഇലക്ഷൻ കഴിഞ്ഞോ? സാറേ നമസ്കാരം. മറ്റേ ഇതിന് പോകുന്നുണ്ടോ? ടൂറിന് പോകുന്നുണ്ടോ? ഇല്ല ഇല്ല. ചേച്ചിയെ ഇങ്ങോട്ട് ഇറങ്ങിക്കോ. എന്ത് ചേട്ടനില്ലേ? ആണോ? എന്നറിയോ, കഴിഞ്ഞ ദിവസം വന്നോണ്ടാ. പിന്നെ കഴിഞ്ഞ ദിവസം ഒന്ന് ഓടി കയറിയതുകൊണ്ട് അപ്പം സാറിനെ കണ്ടിട്ട് കൃഷ്ണൻ ഇവിടെ ഉണ്ടല്ലോ. അപ്പം അതെ, ഇപ്രാവശ്യം ബോർഡൊന്നും ഇല്ലാത്തതുകൊണ്ട്, ബോർഡിൽ പടമൊന്നും കാണാത്തത് കൊണ്ട് അതൊരു കുറവായിട്ട് വിചാരിക്കരുത് കേട്ടോ. അതിനാ ഇപ്രാവശ്യം നമ്മൾ ബോർഡും ഫ്ലെക്സും ബാനറും എല്ലാം ഒഴിവാക്കി. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ സേവിങ്സ് 1-2 പേരെ നമുക്ക് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ചെയ്യാം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. നമ്മൾ ഇലക്ഷന് മത്സരിക്കുന്ന സമയത്ത് പോസ്റ്റർ, ബാനർ, ബോർഡ്, ചുവരെഴുത്ത് ഒന്നും കാണുന്നില്ലല്ലോ. വളരെ വലിയ പിന്തുണയാണ് ഈ വിഷയത്തിലുള്ളത്. പ്രത്യേകിച്ച് ഇവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ 5 വർഷക്കാലം ജയ് ടീച്ചർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ഒപ്പം അതിനു മുമ്പായിട്ട് ഞാൻ തന്നെ കൗൺസിലർ ആയിരുന്നു ഇവിടെ. അപ്പോൾ അങ്ങനെയുള്ള നല്ല പരിചയം, എല്ലാ കുടുംബവുമായിട്ടുള്ള ബന്ധം, അവർക്കൊക്കെ വളരെ സന്തോഷമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ആവശ്യമേ ഇല്ല എന്നുള്ള നിലയ്ക്കുള്ള പ്രതികരണമാണ് എല്ലാ ജനങ്ങളും പറയുന്നത്. എന്ന് മാത്രമല്ല, അതൊരു നല്ല കാര്യങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്തുന്നു എന്ന് അറിയുന്നതിൽ വലിയ സന്തോഷം അവരെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പരിസ്ഥിതി സൗഹൃദമാണ്. ഒരുപാട് ആർഭാടം ഇല്ലാത്ത ഒരു പ്രചരണമാണ്. തീർച്ചയായിട്ടും ഈ ജനങ്ങൾക്കുള്ള വിശ്വാസം നമ്മൾ ജനാധിപത്യത്തിൽ വർദ്ധിപ്പിച്ചാൽ പൂർണ്ണമായിട്ടും അവർ നമ്മളോടൊപ്പം നിൽക്കും എന്നുള്ളതിന് നല്ല അനുഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. സാറിനെ ഞാൻ ആദ്യം വന്ന് കണ്ടതാണ്. അത് കാരണം ഒരു റൗണ്ട് ഒന്ന് പൂർത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കുറച്ച് വീടും കൂടെ കയറാണ്ട്. പോസ്റ്ററും ബാനറും ബോർഡും ചുവരെഴുത്തും ഒന്നും ഇല്ല. സ്വാഭാവികമായിട്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിലുണ്ടാവുന്ന ഒരു ആർഭാടത്തിൻ്റെ ഒരു അന്തരീക്ഷം, ആ അന്തരീക്ഷം ചിലരിലൊക്കെ അതും ഒരു പോസ്റ്ററെങ്കിലും ഒട്ടിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷെ അത് എല്ലാവർക്കും മനസ്സിലായി. അത് ഒന്ന് വീടുകളിലൊക്കെ പോയി കാര്യങ്ങൾ പറഞ്ഞപ്പം എല്ലാവർക്കും അത് മനസ്സിലായി. ചെറുപ്പക്കാരെ സ്ഥാനാർത്ഥികളാക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്ന കാഴ്ചയാണ് എവിടെയും. എന്നാൽ ഒരു 75-കാരൻ കോട്ടയത്ത് CPIക്ക് വേണ്ടി ജനവിധി തേടുന്നുണ്ട്. പനച്ചിക്കാട് പഞ്ചായത്തിലെ 22ാം വാർഡിൽ നിന്നാണ് PK കൃഷ്ണൻ എന്ന CPI നേതാവ് 40 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ജനവിധിക്കായി ഇറങ്ങുന്നത്. CPIയുടെ വർഗ ബഹുജന സംഘടനകളുടെ ദേശീയ ചുമതലകൾ ഉൾപ്പെടെ വഹിക്കുന്ന ഇദ്ദേഹം മുൻപ് ലഭിച്ച പല അവസരങ്ങളും വേണ്ടെന്ന് വെക്കുകയാണ്. ഒരിക്കൽ കൂടി ശ്രീജിത്ത് പരിചയപ്പെടുത്തി.
നേരത്തെ പാർട്ടിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിലും കൗൺസിലും ഒക്കെ ഉണ്ടായിരുന്നു. പ്രായപരിധി തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഉപരി കമ്മിറ്റികളിൽ നിന്ന് ഒഴിവായി. എന്നാൽ ബഹുജന പ്രസ്ഥാനങ്ങളുടെ എല്ലാം നേതൃസ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നുണ്ട്. AITUCയുടെ ദേശീയ ജനറൽ കൗൺസിൽ അംഗമാണ്. ഭാരതീയ ഖേത് മസ്ദൂർ യൂണിയൻ കർഷക തൊഴിലാളി സംഘടനയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. കേരള കമ്മിറ്റിയിലുണ്ട്. ഇതിൽ വിവിധ ട്രേഡ് യൂണിയനുകളുടെ ഭാരവാഹികളാണ്. ചെത്ത മദ്യവ്യവസായ തൊഴിലാളികൾ, കർഷക തൊഴിലാളി യൂണിയൻ, മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ, ഷോപ്പ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എംപ്ലോയീസ് യൂണിയൻ തുടങ്ങിയ യൂണിയനുകളുടെ ഭാരവാഹിയായി തുടരുന്നു. ട്രാവൻകൂർ സിമൻസ് വർക്കേഴ്സ് യൂണിയൻ്റെ പ്രസിഡൻ്റാണ്. അങ്ങനെ ഒട്ടേറെ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ ഭാരവാഹിയായി ഇപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയായിരുന്നുള്ളൂ. വാർഡിൻ്റെ ഒരു പ്രത്യേകതയ്ക്കനുസരിച്ച് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി തീരുമാനിച്ചു. അത് അംഗീകരിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട് എന്നതുകൊണ്ട് അത് ഞാൻ അംഗീകരിച്ചു. അതനുസരിച്ച് സ്ഥാനാർത്ഥിയായി. ഞങ്ങൾ കഴിഞ്ഞ 40 വർഷമായി യോജിച്ച് പ്രവർത്തിക്കുന്നവരാണ്, ഒന്നിച്ച് പ്രവർത്തിച്ച്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു പ്രധാന സാഹചര്യങ്ങളിലെല്ലാം ഈ പൊതുസമൂഹത്തോട് ചേർന്ന് ജീവിക്കുകയും ഇവിടുത്തെ പ്രത്യേകിച്ച് ഈ നാട്ടിലെ ഒരു വിഷയത്തിൽ കൂടുതലായി കാര്യങ്ങളിൽ ഇടപെടുകയും പൊതുവികസന പ്രവർത്തനങ്ങളിൽ പ്രത്യേകമായി ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സന്ദർഭത്തിൽ ആ സ്വാധീനങ്ങൾ പിന്നീട് സ്റ്റേറ്റ് നിലയിൽ CPIയുടെ സ്റ്റേറ്റ് നിലവിലുള്ള തലത്തിൽ പ്രവർത്തിക്കുന്ന സന്ദർഭങ്ങളിൽ ആ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുമൊക്കെ ഇവിടെ ഒരുപാടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഞാൻ കേൾക്കുന്ന സംശുദ്ധ രാഷ്ട്രീയത്തിന് ഉടമകളായ ചില വ്യക്തിത്വങ്ങളുണ്ട്. അത്തരത്തിൽ ഏറ്റവും മുൻപിൽ നിർത്താൻ പറ്റുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് സഖാവ് PK കൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യൻ. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. ഒരുപാട് വർഷക്കാലം. കാരണം നമ്മുടെ ഈ നാട്ടിൽ മാത്രമല്ല, കേരള സംസ്ഥാനത്തൊട്ടാകെ വടക്കേ ഇന്ത്യയിലടക്കം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും സാധാരണ ജനങ്ങളെയും പാവങ്ങളെയും ദരിദ്രരായിട്ടുള്ള ആളുകളിലെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൃത്യമായ ഒരു രാഷ്ട്രീയ ബോധത്തോടു കൂടി യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലോട്ട് പോലും കടക്കാതിരുന്നത്. ഇനി കൊച്ചിയിലേക്ക് പോവുകയാണ്. അവിടെ കൊച്ചി കോർപ്പറേഷനിലെ പ്രചാരണ രംഗത്ത് ഹിന്ദിയിലും വോട്ട് അഭ്യർത്ഥനയുണ്ട്. എറണാകുളം നഗരമധ്യത്തിലെ TD റോഡിലുള്ള വോട്ടർമാർക്കായി ഹിന്ദിയിലും ചുവരെഴുത്ത് നടത്തിയത് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള സുധാ ദിലീപ് കുമാറാണ്. ഉത്തരേന്ത്യക്കാരായ നിരവധി വോട്ടർമാർ ഈ മേഖലയിലുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ ബിസിനസ് ആവശ്യവുമായി കൊച്ചിയിലെത്തി പിന്നീട് ഇവിടെ സ്ഥിരതാമസമാക്കിയ ആളുകളാണ് ഇതിലധികവും. डिवीजन में लड़ रही हूँ. मेरा चिन्ह कमल है. भाजपा का आप इस बार भाजपा को वोट देना. സംശയിക്കേണ്ട കൊച്ചി കോർപ്പറേഷനിലെ വോട്ടുപിടുത്തം തന്നെയാണ്. ഇതിപ്പോൾ 14-ാം വാർഡ്. 14-ാം വാർഡിലേക്ക് വരുമ്പോൾ കൂടുതലും ഹിന്ദി സംസാരിക്കുന്നവരും അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ വ്യവസായത്തിന് വേണ്ടി എത്തിയവരും എല്ലാം തന്നെ കൂടുതലും വോട്ടർമാരാണ്. BJP സ്ഥാനാർത്ഥിയാണ് സുധാ ദിലീപ് കുമാർ. സുധാ ദിലീപ് കുമാർ കഴിഞ്ഞ 2 ടൈമുകളായിട്ട് കൗൺസിലറാണ്. ഇവിടെ വോട്ട് അഭ്യർത്ഥന പോലും എല്ലാം തന്നെ ഇവിടെ ഹിന്ദിയിലേക്കെല്ലാം തന്നെ എഴുതിയിട്ടുണ്ട്. കാരണം പലരും ഇവിടെ നിരവധി പേർക്ക് ഇവിടെ വോട്ടുണ്ട് എന്നതാണ്. കഴിഞ്ഞ നാളുകളായിട്ട് ഇവിടെയുള്ളവരാണ്. അതുകൊണ്ട് മലയാളമെല്ലാം തന്നെ അവർക്കറിയാമെങ്കിലും ഇതേപോലെ അവരുടെ ഒരു ഇതിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി വികാരമുള്ള രീതിയിലേക്ക് വികാരവായ്പയോട് രാഷ്ട്രഭാഷ സമീപിക്കുന്നു. അപ്പോൾ അത് കുറച്ചുകൂടി വോട്ടർമാരുടെ സ്വാധീനം അവർക്ക് ഉറപ്പിക്കാനായിട്ട് കഴിയുമെന്നെല്ലാം തന്നെ കണ്ടുകൊണ്ടാണ് ഈ രീതിയിലേക്ക് കൊച്ചിയിലെ ഒരു ക്യാമ്പയിൻ NDA സ്ഥാനാർത്ഥി ആരംഭിച്ചിരിക്കുന്നത്. ചേച്ചി, ഇതിപ്പോൾ ഈ വോട്ടർമാരെ ലക്ഷ്യമിടുക, അതായത് ഹിന്ദി കൂടുതൽ സംസാരിക്കുന്നവരെ ലക്ഷ്യമിടുക എന്ന് തന്നെയാണ്.
അത് തീർച്ചയായിട്ടും ഹിന്ദി സംസാരിക്കുന്നവരെ സംബന്ധിച്ചോളം നമ്മളൊരു നോട്ടീസ് മലയാളത്തിലൊരു നോട്ടീസ് അച്ചടിച്ച് കൊടുക്കുമ്പോൾ അവർക്കത് വായിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ വരുമ്പം അവർക്ക് നമ്മൾ ഈ ഡിവിഷനിൽ മത്സരിക്കുന്നവരാരൊക്കെയാണെന്നൊക്കെ അറിയുന്നതിൽ വളരെയധികം പ്രയാസം അനുഭവപ്പെടുന്നു. ആ അവസരത്തിലാണ് നമ്മൾ ഇത്തരത്തിലൊരു ഹിന്ദിയിലൊരു സന്ദേശം ഇവർക്ക് നൽകുന്നത്. വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ധാരാളം നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള വോട്ടർമാർ ഈ ഡിവിഷനിലുണ്ട്. ഈ റോഡിലും നമ്മുടെ ധാരാളം വോട്ടർമാരുണ്ട്. അപ്പോൾ അവർക്ക് ഒരു സന്തോഷമായിക്കോട്ടെ. കാരണം മോദിജി ഭരിക്കുന്ന ഇന്ത്യയാണ്. ആ ഇന്ത്യയിൽ ഹിന്ദിക്ക് ഏറെ രാഷ്ട്രഭാഷയിൽ വരുമ്പോൾ ഹിന്ദിക്ക് ഏറെ പ്രാധാന്യം BJP നൽകുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുള്ള ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ട് ഒരു ഇത് ചുമരെടുത്ത് ഇവിടെ എഴുതിയിരിക്കുന്നത്. കൂടുതൽ വോട്ടർമാർ അങ്ങനെ കൂടുതലുണ്ടോ ഇവിടെ? പല ആവശ്യങ്ങൾക്ക് വന്നവരൊക്കെ ഉണ്ട്. പല പല വ്യാപാര ആവശ്യങ്ങൾക്കായി ഇവിടെ വന്നവർ പലരും ഇവിടെ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ്. അത്തരത്തിൽ പലരും ഇത്തവണ നമ്മുടെ വോട്ടർ പട്ടികയിൽ ഇടം കണ്ടെത്തിയിട്ടുമുണ്ട്. TD റോഡ് കേന്ദ്രീകരിച്ചാണ് കൂടുതൽ വേണ്ടത് അല്ലേ? TD റോഡിലുണ്ട്, പുല്ലേപ്പടി റോഡിലുണ്ട്. പുല്ലേപ്പടി റോഡിൽ ഫ്ലാറ്റിൽ 90% നോർത്ത് ഇന്ത്യക്കാർ തന്നെയാണ്. എങ്ങനെയുണ്ട് ഇതുപോലെ ക്യാമ്പയിൻ ചെയ്തിട്ട് ഗുണമുണ്ടാവുന്നുണ്ടോ? നല്ല രീതിയിലുള്ള പ്രതികരണം കിട്ടുന്നത് തീർച്ചയായിട്ടും ഇത്തവണയും BJP തന്നെ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വോട്ടർമാരെയൊക്കെ ഇതിലൂടെ അടുപ്പിക്കാനായിട്ടൊക്കെ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഇന്ത്യയുടെ വികസനം BJP-യിലൂടെയാണ്. ഈ ചുവരെഴുത്തൊക്കെ ഹിന്ദിയിലാവുമ്പോഴേക്കും അവർക്ക് അവരുടെ ഭാഷയാണല്ലോ അത്. തീർച്ചയായിട്ടും അവർക്ക് കൂടുതലൊരു അഫിനിറ്റി തോന്നും. നമ്മുടെ ബസ്സുകളിൽ തന്നെ ഇപ്പൊ കാക്കനാട് എന്ന് ഹിന്ദിയിൽ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഹിന്ദിക്കാർ കണ്ടമാനം എറണാകുളത്ത് താമസിക്കുന്നു എന്നുള്ളതിനൊരു ഉദാഹരണമാണ്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു അടുപ്പം സ്ഥാനാർത്ഥിയോട് തോന്നുന്നുണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവർക്കൊരു സന്തോഷമാണ്. അവർ തന്നെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഹിന്ദിയിൽ എഴുതാൻ കാരണം. അവർക്ക് ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ പ്രവർത്തകരായിട്ട്. അവർ പറഞ്ഞ് അവരെഴുതി തന്നതാണ് നമ്മൾ എഴുതിയത്. അവരാണ് ഇത് എഴുതി തന്നത്. ഇത് മൂന്നാം ടൈമാണോ? അല്ല, നാലാമത്തെ ടേം. 3 ടേം പൂർത്തിയാക്കി കഴിഞ്ഞു. 4ാമത്തെ ടേമിലേക്കാണ്. സുധാ ദിലീപ് കുമാർ എന്നത് കൊച്ചിൻ കോർപ്പറേഷനിലെ BJP-യുടെ ഒരു മുഖം തന്നെയാണ്. ഏതായാലും രാഷ്ട്രഭാഷയിൽ തന്നെ ചുവരെഴുത്തുകളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു. നിരവധിയായ വോട്ടർമാർ അന്യ ജില്ലകളിൽ നിന്നെല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് അവരുടെ കൂടി ഒരു ഹൃദയ ഐക്യം ഉറപ്പിക്കുക എന്ന പുതിയ തന്ത്രവും അതോടൊപ്പം തന്നെ വിജയം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രചാരണവുമെല്ലാമാണ് ഈ കൊച്ചിൻ കോർപ്പറേഷനിൽ നമ്മൾ കാണുന്നത്. ക്യാമറമാൻ അഖിലോട്ട് വാറയ്ക്കൊപ്പം ഡാനി പോൾ, News 18 കൊച്ചി. മലപ്പുറം നഗരസഭയിലേക്ക് മത്സരിക്കുന്ന ലീഗ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ച് PK കുഞ്ഞാലിക്കുട്ടിയും വീട് കയറിയിറങ്ങിയുള്ള പ്രചാരണത്തിലാണ്. നഗരസഭ 16ാം വാർഡ് സ്ഥാനാർത്ഥിയായ ഹാരിസ് ആമിക്ക് വേണ്ടിയാണ് കുഞ്ഞാലിക്കുട്ടി ഇത്തരത്തിൽ വോട്ട് ചോദിച്ചെത്തിയത്. മലപ്പുറം നഗരസഭ മുൻ ചെയർമാനായ തനിക്ക് ഇത് ഗ്രഹാതുരത്വം നൽകുന്ന ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി News 18 പറഞ്ഞു. ഞായറാഴ്ചയാണ്. എല്ലാ പ്രമുഖ നേതാക്കളും വോട്ട് തേടി ഇറങ്ങാനുള്ള ഒരുക്കത്തിലാണ്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇപ്പോൾ താമരക്കുഴിയിൽ ഹാരിസ് ആമി എന്ന UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് തേടി ഇറങ്ങിയാണ്. എങ്ങനെയുണ്ട് ഈ ഒരു പ്രചരണത്തിൻ്റെ വീടുകൾ ഇടുന്നതൊക്കെ? മലപ്പുറത്ത് താമരക്കുഴി ഇത് വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. ഉന്നത തറവാട്ടുകാരും വലിയ ഇവിടുത്തെ പുരാതന കുടുംബങ്ങളൊക്കെ താമസിച്ചിരുന്ന സ്ഥലമാണ്. ഇതൊരു പത്രരംഗത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച സുകുമാരൻ നായരുടെ വീടാണ്. ഇതും അതുപോലെ ഒരു തറവാടാണ്. ഇവിടെ മത്സരിക്കുന്നത് ആരിസ്വാമീൻ ഇവിടെ അവരുണ്ട്. അതും പത്രക്കാരനാണ്. അപ്പോൾ എല്ലാം കൂടി ഞാനാണ് ഇവിടെ പഴയ ചെയർമാനുമാണ്, അദ്ദേഹം പഴയ കൗൺസിലറുമാണ്. അപ്പോൾ എല്ലാം കൂടി സമന്വയിച്ച് വന്നപ്പോൾ ഉള്ള ഒരു വരവാണ്. അത് തന്നെ ഒരു 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 പഴയ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് അനുഭൂതി പങ്കിട്ടുകൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടി. അതാണ്. എല്ലാവരും സോഷ്യൽ മീഡിയ വഴിയാണല്ലോ പ്രചരണം. അപ്പോൾ വീട് കയറി ഇറങ്ങുന്ന പ്രചരണത്തിൻ്റെ ഒരു പ്രാധാന്യം എങ്ങനെ പലർക്കും അറിയണ്ടാവില്ല. ഇത് ഒരു പഴയ മോഡലാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ നടക്കുന്നത്. അതാണ് ഇത് പഴയ ഓർമ്മ പുതുക്കുമ്പോൾ പഴയ രീതി ഇങ്ങനെയാണ്. പഴയ രീതിയിൽ സോഷ്യൽ മീഡിയ ഇല്ല, ഒക്കെ നേരിട്ടാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതൊക്കെ അന്ന് പീഡിക കോലായിലാണ് നടക്കുക ചർച്ച. ആ വ്യത്യാസമേ ഉള്ളൂ. നേരിട്ട് സംഭവമൊക്കെ ഒന്ന് തന്നെയാണ്. പീഡിക കൊലായി സോഷ്യൽ മീഡിയ ഒന്നാണ്. സാർ നമുക്ക് ഏറ്റവും പ്രചോദനം അത് തന്നെയാണ്. കാരണം സ്വാഭാവികം ഇവിടെ പറഞ്ഞ പോലെ ഇതൊരു മതേതര വാർഡാണ്. നമ്മളെടുത്തും മുസ്ലിം ലീഗിൻ്റെ ഒരു കോട്ട അങ്ങനല്ല. മതേതരത്വ വോട്ടുകൾ ഏറ്റവും കൂടുതലുള്ള എല്ലാ വിഭാഗം ജനങ്ങളും
എന്നും UDF-ന്റെ ഒപ്പം നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അംബാസഡർ വരുമ്പോൾ അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവും. വളരെ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രചരണം നടക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിയുടെ അതിനെത്തിയതോടെ അത് 10 മടങ്ങ് ഉയരുകയും ചെയ്തിട്ടുണ്ട്. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പല അടവുകളും എടുത്ത് പ്രചരണത്തിൽ സജീവമാകുന്ന സ്ഥാനാർത്ഥികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ എതിർ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിലും ഭാഗമാകുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. അങ്ങനെ ഒരാളാണ് ഇടുക്കി നെടുങ്കണ്ടം പഞ്ചായത്തിൽ 4-ാം വാർഡിൽ ജനവിധി തേടുന്ന BJP സ്ഥാനാർത്ഥി ഗ്രീഷ്മ രാജേഷ്. ഫോട്ടോഗ്രാഫറായ ഗ്രീഷ്മ വിവിധ സ്ഥാനാർത്ഥികൾക്കായുള്ള പോസ്റ്ററുകൾ ഒരുക്കുന്നതിലും സജീവമാണ്. ഹൈറേഞ്ചിലെ ഫോട്ടോഗ്രാഫി രംഗത്തെ വനിതാമുഖമായ ഗ്രീഷ്മ ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങുന്നത്. ഇപ്രാവശ്യം ഒരു മാറ്റം ഞാൻ കൂടെ ഉണ്ടായിരിക്കും. ആ കാര്യത്തിൽ ഒരു വാക്ക് വ്യത്യാസം ഉണ്ടാവില്ല. തെരഞ്ഞെടുപ്പ് കാലം ഫോട്ടോഗ്രഫി, ഡിസൈനിങ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് തിരക്കേറിയ കാലമാണ്. സ്ഥാനാർത്ഥിയാകാൻ BJP നിർദ്ദേശിച്ചപ്പോൾ തയ്യാറാവുകയായിരുന്നു. എന്നാൽ ജോലി പൂർണ്ണമായും ഒഴിവാക്കിയല്ല പ്രചാരണം. LDF-ലും UDF-ലും NDA-യിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കായി പോസ്റ്ററുകളും നോട്ടീസും ഫ്ലെക്സുമൊക്കെ ഗ്രീഷ്മ തന്നെയാണ് തയ്യാറാക്കുന്നത്. രാഷ്ട്രീയം ഏതാണെങ്കിലും തൊഴിലുമായി ഇതിനെ കൂട്ടിയോജിപ്പിക്കാനില്ലെന്നാണ് ഗ്രീഷ്മയുടെ നിലപാട്. ദിവസേന സ്റ്റുഡിയോയിലെത്തുന്ന വിവിധ സ്ഥാനാർത്ഥികൾ നിർദ്ദേശിക്കുന്ന ഡിസൈനിങ് ജോലികൾ പൂർത്തീകരിച്ച് പ്രചാരണത്തിനിറങ്ങും. വർഷങ്ങളായി ഫോട്ടോഗ്രാഫി രംഗത്ത് ഉള്ളതിനാൽ വാർഡിലെ ജനങ്ങളെ നന്നായി അറിയാം. അതിനാൽ പ്രചാരണം എളുപ്പമാണെന്ന് ഗ്രീഷ്മ. BJP-യുടെ നെടുങ്കണ്ടം പഞ്ചായത്തിലെ 4-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് ഞാൻ ഒരു ഫോട്ടോഗ്രാഫറാണ്. അതിലുപരി എൻ്റെ വർക്ക് കളയാതെ, എൻ്റെ തൊഴിൽ കളയാതെ തന്നെയാണ് ഞാൻ ഈ പ്രവർത്തനത്തിലേക്ക് വന്നേക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് രാവിലെയും വൈകിട്ടും ഒക്കെ ആയിട്ടാണ് പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അതുപോലെ മറ്റ് സ്ഥാനാർത്ഥികളെല്ലാം വിഭാഗത്തിലുള്ള എല്ലാം UDF, LDF എല്ലാ സ്ഥാനാർത്ഥികളുടെയൊക്കെ വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ പ്രചരണവും ഒക്കെ ആയിട്ട് നടക്കുന്നത്. രാവിലെയും വൈകിട്ടുമായാണ് വോട്ടർമാരെ വീടുകളിലെത്തി നേരിട്ട് കാണുക. പകൽ സമയം കൂടുതലായും ജോലിയുടെ തിരക്കിൽ. പ്രചാരണത്തിലാണെങ്കിലും മറ്റു മുന്നണി സ്ഥാനാർത്ഥികളടക്കമുള്ള ജോലികൾ കൃത്യസമയത്ത് പൂർത്തീകരിച്ചു നൽകും. AKPA ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഗ്രീഷ്മ. ഫോട്ടോഗ്രാഫിയിലും സംഘടനാ പ്രവർത്തനത്തിലും സജീവം. ന്യൂസ് 18 ഇടുക്കി. തളരാത്ത മനസ്സുമായി പരിമിതികളെ പൊരുതി തോൽപ്പിച്ച ഒരു ഭിന്നശേഷിക്കാരിയും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാനായി മുൻനിരയിലുണ്ട്. കോഴിക്കോട് മുക്കം നഗരസഭയിലാണ് റീജ തെക്കേപ്പൊയിൽ വീൽ ചെയറിൽ കന്നിയംഗത്തിന് ഇറങ്ങുന്നത്. അധ്വാനിച്ച് കുടുംബം പുലർത്താൻ തനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ജനസേവനത്തിനും ഇറങ്ങിക്കൂടാ എന്ന ചിന്തയാണ് റീജയെ മത്സര രംഗത്ത് എത്തിച്ചത്. മുക്കം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 107 സ്ഥാനാർത്ഥികൾ വിവിധ ഡിവിഷനുകളിൽ മത്സരരംഗത്തിറങ്ങുമ്പോൾ വ്യത്യസ്തയായൊരു സ്ഥാനാർത്ഥിയും അക്കൂട്ടത്തിലുണ്ട്. വിധി തളർത്തിയ ശരീരത്തിന്റെ പരിമിതികളെ ജീവിതത്തിലുടനീളം പൊരുതി തോൽപ്പിച്ച ഭിന്നശേഷിക്കാരിയായ റീജ തെക്കേപ്പൊയിൽ. മുക്കം നഗരസഭ കയ്യേരിക്കൽ ഡിവിഷനിലെ NDA സ്ഥാനാർത്ഥിയായാണ് റീജ മത്സരിക്കുന്നത്. ഞാനിവിടുത്തെ സ്ഥാനാർത്ഥിയാണ്, അറിയാലോ. എല്ലാ സഹകരണവും വേണം, വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി ഇടപെടാൻ കഴിയുന്നവരാണ് സാധാരണക്കാരായ മനുഷ്യർ. അധ്വാനിച്ച് കുടുംബം പോറ്റാനും മറ്റുള്ളവർക്ക് മാതൃകയാകാനുമൊക്കെ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയായി നിന്നുകൂടാ എന്ന ചിന്തയിൽ നിന്നാണ് മത്സരത്തിനിറങ്ങിയതെന്നാണ് റീജ പറയുന്നത്. ഇലക്ഷനിൽ മത്സരിക്കാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഭിന്നശേഷിക്കാരായ എല്ലാവരും എല്ലാ രംഗത്തും വരണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. പിന്നെ ഒരു പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കാൻ കിട്ടിയ ഈ ഒരു അവസരം അത് വിനിയോഗിക്കണമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് മറ്റുള്ളവരുടെ എല്ലാ അസൗകര്യങ്ങളെക്കുറിച്ചും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ നാട്ടിൽ വികസനം വരേണ്ടത് അത്യാവശ്യമാണ്. അപ്പം വികസനം കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. 10ാം വയസ്സിൽ വന്ന പോളിയോ രോഗമാണ് റീജയുടെ ചലനശേഷിയെ തളർത്തിയത്. പക്ഷേ വിധിക്ക് മുന്നിൽ തളരാൻ റീജ ഒരുക്കമായിരുന്നില്ല. കന്യംഗത്തിനിറങ്ങിയ റീജ വീടുകളിൽ വോട്ട് ചോദിക്കാൻ എത്തുന്നതെല്ലാം വീൽ ചെയറിലാണ്. മണാഞ്ചേരിയിൽ തയ്യൽ കട നടത്തിയാണ് റീജ കുടുംബം പുലർത്തുന്നത്. കൈകൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്ന മെഷീൻ ഉപയോഗിച്ചാണ് തൊഴിൽ ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ആകെയുള്ള വില്ലൻ മഴയാണ്. എന്നാൽ ദൂരെ സ്ഥലങ്ങളിൽ പോയി വോട്ട് ചോദിക്കാൻ സഹായമായി സുഹൃത്തുക്കളും റീജയ്ക്കൊപ്പമുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. പുനലൂർ നഗരസഭയിൽ പലയിടത്തും മത്സരാർത്ഥികളെ കണ്ടെത്താൻ കഴിയുന്നില്ല BJPക്ക്. 36 വാർഡുകളിൽ 13 ഇടങ്ങളിൽ NDAക്ക് സ്ഥാനാർത്ഥികളില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മികച്ച മുന്നേറ്റം നടത്തിയ വാർഡുകളിലും ഇക്കുറി മത്സരിക്കാൻ ആളില്ല എന്ന വിഷമത്തിലാണ് BJP NDA പ്രവർത്തകർ.
സമീപ പഞ്ചായത്തുകളിൽ ഒട്ടുമിക്ക സീറ്റുകളിലും BJP സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോഴാണ് കഴിഞ്ഞ തവണ മികച്ച മത്സരം കാഴ്ചവെച്ച പുനലൂരിലെ 13 വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താതിരുന്നത്. നിലവിൽ 23 വാർഡുകളിൽ മാത്രമാണ് BJPക്ക് സ്ഥാനാർത്ഥിയുള്ളത്. കാഞ്ഞിരമല, ചാലക്കോട്, പേപ്പർ മിൽ, നെടുങ്കയം, മുസാവരി, നെല്ലിപ്പള്ളി, വിളക്കുവെട്ടം, കല്ലാർ, തുമ്പോട്, ഗ്രേസിംഗ് ബ്ലോക്ക്, കക്കോട്, മണിയാർ, ചെമ്മന്തൂർ എന്നീ വാർഡുകളിലാണ് BJPക്ക് സ്ഥാനാർത്ഥികളില്ലാത്തത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർന്നു വരുന്നൊരു പാർട്ടിയാണ്. ആ വളർന്നു വരുന്ന പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ 10-ൽ താഴെയുള്ള സംഖ്യയിൽ BJP ജയിച്ചു വരും. ആ ജയിച്ചു വരുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ മേഖലകളിൽ എടുത്തു നോക്കിയാൽ പുനലൂർ നിവാസികൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഈ ഇടതും വലതും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം. ഇവിടെ എവിടെയാണ് ഈ ജനങ്ങൾക്ക് അറിയാൻ വയ്യാത്തത്? ഇത് ഇപ്പൊ തന്നെ കേരളം വിട്ടാൽ ഇവർ തമ്മിലുള്ള സഖ്യമല്ലേ ഉള്ളത്. അപ്പോൾ ഇവിടെ BJPയുടെ വളർച്ചയെ തടയിടാൻ വേണ്ടിയിട്ട് ഇടതും വലതും മുന്നണികൾ മുന്നോട്ട് വെക്കുന്ന ചില ആരോപണങ്ങളാണ്. 2 വർഷം മുമ്പ് BJP പ്രവർത്തകൻ CPM-മായി ഉണ്ടായ സംഘർഷത്തിനിടെ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കക്കോട് വാർഡിൽ സ്ഥാനാർത്ഥിയായിരുന്ന സുമേഷിനാണ് ജീവൻ നഷ്ടമായത്. ആ വാർഡിലും BJPക്ക് സ്ഥാനാർത്ഥിയെ നിർത്താനായിട്ടില്ല. BJP എല്ലാ സീറ്റിലും NDA എന്ന നിലയിൽ സ്ഥാനാർത്ഥികൾ നിർത്താറുണ്ട് സാധാരണ തെരഞ്ഞെടുപ്പ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ 13 സീറ്റിൽ BJP സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം 2ാം സ്ഥാനത്ത് വന്ന BJP പല വാർഡുകളിലും ഈ തെരഞ്ഞെടുപ്പിൽ നിർജ്ജീവമായ പ്രവർത്തനമാണ് BJP നടത്തുന്നത്. അത് മനസ്സിലാക്കുന്നത് ഇടതുപക്ഷ മുന്നണിയെ സഹായിക്കാനാണ് BJPയുടെ ആശ്രമം. മാത്രമല്ല, കോൺഗ്രസിന് സ്വാധീനമുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രധാന സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന എല്ലാ വാർഡുകളിലും BJP നല്ല സ്ഥാനാർത്ഥികൾ നിർത്തുകയും ശക്തമായ മത്സരത്തിന് ശ്രമം നടത്തുകയും ഇതിനകം ചെയ്തിട്ടുണ്ട്. കുതിരച്ചിറ എന്ന പുതിയ വാർഡ് കൂടി രൂപപ്പെട്ടതോടെ നിലവിൽ 36 വാർഡുകളാണ് പുനലൂർ നഗരസഭയിലുള്ളത്. അതേസമയം UDFന് വിജയസാധ്യതയുള്ള എല്ലാ വാർഡുകളിലും BJP സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഇവിടെ മികച്ച പ്രചാരണവും നടക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ആകെയുള്ള 35 സീറ്റുകളിൽ 21 സീറ്റുകളിൽ LDFും 14 സീറ്റുകളിൽ UDFുമാണ് വിജയിച്ചത്. ന്യൂസ് 18 പുനലൂർ. സ്വർണ്ണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,900, പവന് 95,200. 18 ക്യാരറ്റ് ഗ്രാമിന് 9,845, പവന് 78,760. വെള്ളി ഗ്രാമിന് 183 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. നാട്ടിലോട്ട് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.